ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറലായ ഫേസ് ക്രീമാണ്. ശംഖുപുഷ്പത്തിന്റെ അടിപൊളി ഫേസ് ക്രീമാണ്. നിങ്ങൾക്കറിയാം, ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കെല്ലാം ഇതിന്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ടും അറിയാം. ഒറ്റ ബോട്ടിലിൽ തന്നെ റിസൾട്ട് അറിഞ്ഞ ഒരു ക്രീമാണിത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ബോട്ടിൽസിന്റെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത്. കസ്റ്റമറുടെ എണ്ണവും അതേപോലെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയും ഇത് തയ്യാറാക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനെടുത്ത എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ചേച്ചി, ഞാനും ശംഖുപുഷ്പം ഫേസ് വാഷും ശംഖുപുഷ്പം ക്രീമും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഫേസിൽ നല്ല മാറ്റമുണ്ട് ചേച്ചി. ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായി റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്കിന്നിൻ്റെ അവിടെ ഗ്ലോ കിട്ടുന്നുണ്ട്. ആൻഡ് എൻ്റെ അടുത്ത വീട്ടിലെ ആൾക്കാരും ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഫേസ് ഗ്ലോ ആയിട്ട് സഡനായിട്ടുണ്ട്. സോ ഞാനിത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും വളരെ താങ്ക്സ് ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ചേച്ചിയുടെ റെഗുലർ കസ്റ്റമർ ആയിരിക്കും. ഇങ്ങനെ ഈ ഫേസ് ക്രീം തയ്യാറാക്കിയെന്നും ഇതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് ഇത്രയും റിസൾട്ട് കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു ബൗൾ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്രീമിൻ്റെ വെയിറ്റ് കറക്റ്റ് ആവാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് മെഷീൻ വേണം. അത്യാവശ്യമുള്ള കാര്യമാണ് അത്. അപ്പോൾ നമ്മളൊരു മെഷീനകത്തേക്ക് പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 ഗ്രാം ക്രീമാണ് എടുക്കുന്നത്. ഒരു 500 ഗ്രാം ക്രീം ബേസ് എടുത്തിട്ട് അതിനകത്തേക്കാണ് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ക്രീം ബേസ് നമ്മുടെ എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ക്രീം ബേസ് ആണ്. സൾഫർ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, പാരബൺ ഫ്രീ ആയിട്ട്, സിലിക്കോൺ ഫ്രീ ആണ്, അതുപോലെ തന്നെ മിനറൽ ഓയിൽ ഫ്രീ ആണ്. ഇതെല്ലാം ഓയിൽ ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. വൈറ്റമിൻ ഇ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് പറയുന്നത്. ക്രീം ബേസ് എടുത്ത് അതിനകത്തേക്ക് വൈറ്റമിൻ ഇ ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഒരു 1-2 ഗ്രാം വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശംഖുപുഷ്പ പൗഡർ ഉണക്കി പൊടിച്ച് ലിക്വിഡാക്കി വെച്ചിരിക്കുകയാണിത്. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം ഇതിനകത്തേക്ക് മറ്റൊരു കളറോ കാര്യങ്ങളോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പ്യുവറായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പിടിച്ച ശംഖുപുഷ്പം ഉണക്കി നല്ലപോലെ തണലത്ത് ഉണക്കി, വെയിലത്തല്ല തണലത്ത് ഉണക്കി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പൊടിച്ച് അതുപോലെ ഒരു ടിന്നിനകത്താക്കി അത് ലിക്വിഡാക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ലിക്വിഡാക്കുമ്പോൾ ഗ്ലിസറിനും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ലിക്വിഡാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമ്മുടെ ക്രീമിനകത്തേക്ക് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ്. ഇതാണ് നമ്മുടെ ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു ഔഷധ പൗഡർ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്ലവറാണ് ശംഖുപുഷ്പം. ആ ഫ്ലവർ എന്ന് പറയാൻ മാത്രം പറ്റത്തില്ല, അതിൻ്റെ ആ ചെടി മൊത്തം ഔഷധ ഗുണമാണ്. അതിൻ്റെ വേരായാലും അല്ലെങ്കിൽ ഇലയായാലും ഒക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയ മൊത്തം അടക്കി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ശംഖുപുഷ്പം. ഏതെല്ലാം തരത്തിലാണ് ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളെന്നുള്ളത് നമ്മൾ യൂട്യൂബ് എടുത്താലോ ഗൂഗിൾ എടുത്താലോ ഒക്കെ അറിയാൻ പറ്റും. ശംഖുപുഷ്പം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഒരു മെഡിസിനാണെന്ന് തന്നെ പറയാം. കറക്റ്റ് അത്രത്തോളം ബലം തരുന്ന ഒരു പൗഡർ അല്ലെങ്കിൽ ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ഇതിനെ അത്രയും പ്യുവറായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു പ്രിസർവേറ്റീവോ ഒന്നും ആഡ് ചെയ്യാതാണ് നമ്മൾ ഇത് ഇത്രയും തയ്യാറാക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റിസൾട്ടും ഉണ്ട്. അപ്പോൾ ഈ ക്രീം ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ക്രീം തയ്യാറാക്കി കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ എന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടുന്ന ക്രീം ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ കസ്റ്റമറോട് പറയാം. നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളോ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത കരുവാളിപ്പോ ഒക്കെ മാറിക്കിട്ടാൻ ഈ ഒരു ക്രീം മതിയെന്ന് നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാം. അത്രയേറെ റിസൾട്ടുള്ള ക്രീമാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിനകത്ത് എന്തെല്ലാം ചേർന്നിട്ടുണ്ട്, എത്രത്തോളം ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പം ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രാഗ്രൻസ് ഒഴിക്കണം. ഇപ്പോൾ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ എൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മണം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മണമാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി
ശംഖുപുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ഒഴിക്കാം. നമുക്കിനി ഫ്രാഗ്രൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റായിട്ടുള്ള മണം മതി, ഒരുപാട് വേണ്ട. ഒരു 2-3 തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബോട്ടിലിലേക്ക് മാറ്റണം. ഇത് 500 ഗ്രാമിൻ്റെ ക്രീം ബേസിനകത്താണ് നമ്മളിപ്പോൾ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു ബോട്ടിലിലേക്ക് മാറ്റുമ്പോൾ 50 ഗ്രാം വീതമാണ് നമ്മൾ ബോട്ടിലിലേക്ക് മാറ്റുന്നത്. 50 ഗ്രാമിൻ്റെ ബോട്ടിൽസ് ആണുള്ളത്. നമുക്ക് അത് ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ബോട്ടിൽസ് മൈനസ് ചെയ്യുക. നമ്മൾ ആദ്യം വെച്ച് ബോട്ടിൽ മൈനസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ക്രീം ഇടാൻ, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ക്രീമിൻ്റെ വെയിറ്റ് കിട്ടത്തില്ല. അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഈ ബോട്ടിലേക്ക് നിറയ്ക്കാം. ക്രീം ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ക്രീം, ഫേസ് വാഷ്, ഫേസ് ജെല്ല്, അതുപോലെ തന്നെ ബോഡി വാഷ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബോഡി ലോഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതും ശംഖുപുഷ്പത്തിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പുണ്ട്, സോപ്പ് തയ്യാറാക്കാനുള്ള കിറ്റുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷാംപൂ ബേസ്, ഷാംപൂവിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഐറ്റംസുകൾ, അതുപോലെ ഫേസ് വാഷിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോപ്പിൻ്റെ എല്ലാം, അതുപോലെ തന്നെ ജെൽ ഐറ്റംസുകൾ, പപ്പായ ജെല്ല്, അലോവേര ജെല്ല്, അതുപോലെ കുക്കുംബർ ജെല്ല്, ബീട്രൂട്ട് ജെല്ല്, ഓറഞ്ച് ജെല്ല്, അങ്ങനെയുള്ള ഒരുപാട് ജെല്ലുകളുണ്ട് നമ്മുടെ അടുത്ത്. നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഓർഗാനിക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കയറി സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് ഓരോന്നായിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിറ്റർജൻ്റ് ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, ലാൻഡ്രി ലിക്വിഡ് ഉണ്ട്, പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഒരു വീട്ടിലിരുന്ന് തന്നെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നിൻ്റെ നോട്ട്സ് എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ മറന്നു പോവും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ.